ഇപ്പോഴേ ഞങ്ങൾ നട്ട കാന്താരി മുളക് 2 ചാക്കിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് വിളവെടുക്കാൻ പോയാൽ ധാരാളം പിടിച്ച് കിടപ്പുണ്ട്. കണ്ടോ, നല്ല വിളവാണ്. പക്ഷെ നമുക്ക് ഉരുടിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് വിളവെടുക്കാം. കുറച്ച് ഞാൻ എന്താ അതിൽ പറിച്ച് നല്ല ഇടയ്ക്കത്ത് നല്ല പഴുത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അറിയാലേ കാന്താരിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാലേ. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ എല്ലാ രോഗത്തിനും ബെസ്റ്റാണ്. പിന്നെ നമ്മുടെ മോരിലോ മീൻകറിയിലോ സാമ്പാറിലോ ഒക്കെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് കാന്താരി മുളക് ആഡ് ചെയ്യാം. ഇത്ര വേണമെന്നൊന്നുമില്ല, കുറേശ്ശെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാം. ഇതാ നിറച്ചെന്ന് പറഞ്ഞാൽ അയ്യോ ഇഷ്ടംപോലെ പിടിച്ച് നമ്മുടെ താഴെ നമ്മൾ തറയിൽ വെക്കുന്ന കണക്കാൻ അത് കുനുകുനാ പിടിച്ച് കിടക്കുക. കണ്ടോ, ഇഷ്ടംപോലെ പിടിച്ച്. അതുപോലെ അവിടെ കുരുടിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ജൈവ കീടനാശിനി പോലും ഞാനിത് സ്പ്രേ ചെയ്തിട്ടില്ല. അതാണ്ട 2 ചാക്ക് കണ്ടോ, ഇതുപോലുള്ള 2 ചാക്കിൽ വെച്ചിരിക്കുക. അത്യാവശ്യം എന്താണ്ട പഴുത്തു തുടങ്ങി, അത്യാവശ്യം പൊക്കം വെച്ച്. ഇനി നമുക്കിതൊന്ന് വിളവെടുക്കാം. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗളും നിറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട്. ഇനി കുറേ ദിവസത്തേക്ക് ഇത് മതി. പിന്നെ അപ്പുറത്തൊക്കെ കൊടുക്കണം. ഇനിയും കുറേ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഓരോ ദിവസമായിട്ട് കുറേശ്ശെ ആവശ്യത്തിന് പറിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ. ഇപ്പോഴേ ഞങ്ങൾ നട്ട കാന്താരി മുളക് 2 ചാക്കിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് വിളവെടുക്കാൻ പോയാൽ ധാരാളം പിടിച്ച് കിടപ്പുണ്ട്. കണ്ടോ, നല്ല വിളവാണ്. പക്ഷെ നമുക്ക് ഉരുടിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് വിളവെടുക്കാം. കുറച്ച് ഞാൻ എന്താ അതിൽ പറിച്ച് നല്ല ഇടയ്ക്കത്ത് നല്ല പഴുത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അറിയാലേ കാന്താരിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാലേ. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ എല്ലാ രോഗത്തിനും ബെസ്റ്റാണ്. പിന്നെ നമ്മുടെ മോരിലോ മീൻകറിയിലോ സാമ്പാറിലോ ഒക്കെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് കാന്താരി മുളക് ആഡ് ചെയ്യാം. ഇത്ര വേണമെന്നൊന്നുമില്ല, കുറേശ്ശെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാം. ഇതാ നിറച്ചെന്ന് പറഞ്ഞാൽ അയ്യോ ഇഷ്ടംപോലെ പിടിച്ച് നമ്മുടെ താഴെ നമ്മൾ തറയിൽ വെക്കുന്ന കണക്കാൻ അത് കുനുകുനാ പിടിച്ച് കിടക്കുക. കണ്ടോ, ഇഷ്ടംപോലെ പിടിച്ച്. അതുപോലെ അവിടെ കുരുടിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ജൈവ കീടനാശിനി പോലും ഞാനിത് സ്പ്രേ ചെയ്തിട്ടില്ല. അതാണ്ട 2 ചാക്ക് കണ്ടോ, ഇതുപോലുള്ള 2 ചാക്കിൽ വെച്ചിരിക്കുക. അത്യാവശ്യം എന്താണ്ട പഴുത്തു തുടങ്ങി, അത്യാവശ്യം പൊക്കം വെച്ച്. ഇനി നമുക്കിതൊന്ന് വിളവെടുക്കാം. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗളും